നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സർവ്വവിദ്യകളുടെയും ആരംഭം ഗുരുവിലാണ്. ജ്ഞാനത്തിൻ്റെ ആലയം ഗുരുവാണ്. ഗുരുവിനെ ആരാധിക്കുന്നതിലൂടെ മഹാവിഷ്ണുവിനെയും മഹാദേവനെയും ആരാധിക്കുന്നതിന് തുല്യമായ ഫലം ലഭിക്കുന്നു. പുരാണങ്ങളിൽ പറയുന്നുണ്ട്, ഒരിക്കൽ മഹാവിഷ്ണു ആഴമേറിയ ധ്യാനത്തിലായിരുന്നു. തൻ്റെ സൃഷ്ടിപ്രവർത്തികൾക്കുള്ള ദിവ്യജ്ഞാനം കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ഉണർന്നു. അപ്പോൾ അദ്ദേഹം മഹാദേവനെയാണ് സമീപിച്ചത്. മഹാദേവൻ ദക്ഷിണാമൂർത്തിയായി പ്രത്യക്ഷപ്പെട്ടു. ദക്ഷിണാമൂർത്തി മഹാദേവൻ്റെ അധ്യാപക സ്വരൂപം. അദ്ദേഹം വാക്കുകളില്ലാതെ മാത്രം ജ്ഞാനം പകർന്നു. നിശബ്ദതയിലൂടെയുള്ള ദിവ്യബോധം, അതാണ് ദക്ഷിണാമൂർത്തിയുടെ ഉപദേശം. മഹാവിഷ്ണു അത് മനസ്സിലാക്കി. യഥാർത്ഥ ഗുരുവിനെ അന്വേഷിക്കേണ്ടത് പുറത്തല്ല, ആത്മാവിനുള്ളിൽ തന്നെയാണ്. ഗുരുവാരം എന്നത് നമ്മിലുള്ള ദൈവബോധത്തെ ഉണർത്തുവാനുള്ള ദിനമാണ്. മഹാവിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ നാം ജീവിതത്തിലെ സംരക്ഷണവും സമാധാനവും പ്രാർത്ഥിക്കുന്നു. ദക്ഷിണാമൂർത്തിയെ ധ്യാനിക്കുമ്പോൾ ആത്മജ്ഞാനവും വിവേകവും പ്രാർത്ഥിക്കുന്നു. ഇരുവരും ചേർന്നാൽ ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും സമന്വയം. ഒരു ഭക്തന് ഇവ രണ്ടും ആവശ്യമാണ്. മനസ്സിൽ മഹാവിഷ്ണുവും ബോധത്തിൽ മഹാദേവനും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ ചെറുതായി ദീപം കത്തിക്കുക. തുളസിത്തളിർ മഹാവിഷ്ണുവിന് സമർപ്പിക്കുക. ബില്വദളങ്ങൾ മഹാദേവന് സമർപ്പിക്കുക. ഒരു കുപ്പി വെള്ളത്തിൽ കുങ്കുമം ചേർത്ത് ഗൃഹദേവതയിലേക്ക് ചിതറിക്കുക. ചെറിയ ശ്ലോകങ്ങൾ ഉച്ചരിക്കുക. ഓം നമോ നാരായണായ, ഓം നമഃശിവായ, ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര തുടങ്ങിയവ. തുടർന്ന് ചില നിമിഷങ്ങൾ നിശബ്ദമായി ഇരിക്കുക. അതുതന്നെയാണ് ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന സമയമെന്ന് പറയപ്പെടുന്നു. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഈ ധ്യാനം പതിവാക്കുമ്പോൾ വീട്ടിൽ സമാധാനം വർദ്ധിക്കും. മനസ്സ് നിശ്ചലമാകും. പഠനത്തിൽ, തൊഴിൽ ജീവിതത്തിൽ, ആത്മവിശ്വാസത്തിൽ വളർച്ച അനുഭവിക്കും. മഹാവിഷ്ണുവിൻ്റെ കരുണയും മഹാദേവൻ്റെ ജ്ഞാനവും ചേർന്നാൽ ജീവിതം പ്രകാശിതമാകും. നമുക്കുള്ളിലെ ഗുരുവിനെ ഉണർത്താം. മഹാവിഷ്ണുവിനെയും മഹാദേവനെയും സ്മരിച്ചുകൊണ്ട് ഈ വ്യാഴാഴ്ച ദിവസം ആത്മജ്ഞാനത്തിൻ്റെ ദീപം തെളിയിക്കാം. ഓം ഗുരുവേ നമ. ഓം നമോ നാരായണായ. ഓം നമഃശിവായ. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.